ഓക്കെ. അപ്പം 28-ാം തീയതി നടന്ന എക്സാമിനേഷന്റെ, അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ്, ഈ 2 കാറ്റഗറി നമ്പറിൽ നടന്ന എക്സാമിനേഷന്റെ IT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ പേജ് റെഫറൻസ് സ്ട്രിംഗ് 1,2,0,5,6,2 വിത്ത് 3 പേജ് ഫ്രെയിംസ്. 3 പേജ് ഫ്രെയിംസ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. പേജ് ഫോൾട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് FIFO പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. FIFO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെയാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ഇത് മെമ്മറി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എത്ര ഫോൾട്ട് വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡേറ്റയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്. 1,2,0,5,6,2 ഈ ഡേറ്റയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു 1 എന്ന് പറയുന്ന ഡേറ്റ ആയിരിക്കും ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ മെമ്മറി ബ്ലോക്ക് അതിനകത്ത് കാണത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ അവിടെ കാണത്തില്ല. അപ്പം ഈ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു എറർ ആദ്യം തന്നെ സംഭവിക്കും. ഈ ഒരു 1 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു എറർ സംഭവിക്കും. അപ്പൊ ഒരു ഫസ്റ്റ് എറർ ഇവിടെ തന്നെ സംഭവിക്കും. ഫസ്റ്റ് എറർ. അപ്പൊ ഒരു എറർ വന്നു. അപ്പൊ ഒന്നാമത്തെ എറർ സംഭവിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിം അവിടെ കാണത്തില്ല. അത് നോർമലി ഡിഫോൾട്ട് ഒന്നും കാണത്തില്ല. അപ്പൊ ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു എറർ സംഭവിക്കും. അങ്ങനെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? 1 സ്റ്റോർ ചെയ്യും. അടുത്ത 2 സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോഴും 2-ന് വേണ്ടിയുള്ള ഫ്രെയിമും അവിടെ കാണില്ല. അപ്പൊ 2-ന് വേണ്ടിയുള്ളത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഒരു എറർ സംഭവിക്കും. അതും എറർ ആയിട്ട് വരും. അപ്പൊ രണ്ടാമത്തത് ഒരു എറർ സംഭവിക്കും. എന്ന് വെച്ചാൽ 2-ന് വേണ്ടിയും ഒരു എറർ സംഭവിക്കും. അടുത്ത 0 സ്റ്റോർ ചെയ്യാനും ഒരു ബ്ലോക്ക് അവിടെ കാണത്തില്ല. മെമ്മറി ബ്ലോക്ക് അവിടെ കാണത്തില്ല. അപ്പൊ മെമ്മറി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയും എറർ സംഭവിക്കും. അപ്പം അങ്ങനെ വീണ്ടും ഒരു മെമ്മറി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ആ 0 സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഇപ്പൊ 3 എറർ സംഭവിക്കും. നോക്കി, ഇനി 3 ഫ്രെയിം ആണ് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 പേജ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ഫ്രെയിം മാത്രമേ ഇവിടെ ക്രിയേഷൻ നടക്കത്തുള്ളൂ. പിന്നെ 4-മതൊരു ഫ്രെയിം ക്രിയേഷൻ നടക്കത്തില്ല. പക്ഷെ നോക്കി, ഈ 2 എന്ന് പറയുന്ന വാല്യൂ വീണ്ടും സ്റ്റോർ ചെയ്യണം. അപ്പൊ 2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് എറർ ആയിട്ട് വരത്തില്ല. അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് തന്നെ പോകും. കാരണം വെച്ചാൽ ഇവിടെ ഓൾറെഡി 2 എന്ന് പറയുന്ന വാല്യൂ ഈ 2-നകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ. ഇനി 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കും. 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് 5 ഇതിനകത്ത് ഇല്ല. ഈ 3 ഇല്ല. ആദ്യത്തെ 3 കാരണം വെച്ചാൽ ആദ്യത്തെ 3 ഓൾറെഡി സ്റ്റോർഡ് ആണ്. കാരണം വെച്ചാൽ 3 ഫ്രെയിം ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേജ് ഫ്രെയിംസ്. അപ്പൊ 3 ഫ്രെയിമിനകത്തും 1-ഉം 2-യും 0-യും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് 2 ആണ്. 2 ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു എറർ സംഭവിക്കത്തില്ല. അത് കറക്റ്റ് ആയിട്ട് പോകും. അടുത്ത 5 ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ 5 സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ 5 ഇവിടെ ഇല്ല. അപ്പൊ 5 സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഓൾറെഡി 3 ഫ്രെയിംസേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ ഫസ്റ്റ് അകത്തായിരിക്കും ഡേറ്റ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഇവിടെ FIFO എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഉള്ള ഡേറ്റ ആദ്യം ഏതാണോ സ്റ്റോർ ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ, 5 ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു എറർ സംഭവിക്കും. എറർ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫസ്റ്റ് ഡേറ്റ റിമൂവ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ ഇത് എററായിട്ട് വരും. അപ്പൊ 4-മത്തെ എറർ. അടുത്ത 6 നോക്കും. 6 സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കും. 6-ഉം ഇതിനകത്തില്ല. ഇവിടെ ഇപ്പൊ 5 ആയേ. ഈ 1-ന് പകരം ഇവിടെ 5 ആയിട്ടുണ്ട്. അടുത്ത 6 ഉണ്ടോ നോക്കും. 6 ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? അത് 2-മത്തേനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. കാരണം 5 ഇവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആദ്യത്തെ വാല്യൂ അവിടുത്തെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് പോർഷനിലേക്ക് പോകും. അപ്പൊ ഈ 2 റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും അവിടെ 6 വരുന്നത്. അവിടെ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും എറർ ആയിട്ടായിരിക്കും ഇത് കണക്കാക്കുന്നത്. അടുത്ത 2 സ്റ്റോർ ചെയ്യണം. 2 സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ 2 ഇല്ല. കാരണം വെച്ചാൽ ഈ ഓൾറെഡി ഈ സെക്കൻഡ് 2 എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവിടെ ഇപ്പം 6 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ ആക്ച്വലി ഉള്ളതെന്ന് പറഞ്ഞാൽ 1-ഉം 2-ഉം 0 എന്നുള്ളടത്ത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1, അതുപോലെ തന്നെ 5, അതുപോലെ 5 0 ആണുള്ളത്. ആ 0-യുടെ പ്ലേസ്മെന്റിൽ എന്തോ ചെയ്യും? ഇതിനെ 0-യെ റീപ്ലേസ് ചെയ്തതിനു ശേഷം ഈ 2 സ്റ്റോർ ചെയ്യും. അപ്പൊ അവിടെ ഒരു എറർ സംഭവിക്കും. ഈ 2 സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ഒരു എറർ സംഭവിക്കും. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന എറേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എറേഴ്സ് ആണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് C ഓപ്ഷൻ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. C ആണ് ഇവിടുത്തെ ആൻസർ. മെമ്മറി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള
നമ്മുടെ പോർഷനകത്തുനിന്നുള്ള ബേസിക് ആയിട്ടുള്ള പോർഷനകത്ത് നിന്ന് കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ഓവർലേസ് ഇൻ മെമ്മറി മാനേജ്മെന്റ്? മെമ്മറി മാനേജ്മെന്റുമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ഓവർലേസ് ഇൻ മെമ്മറി മാനേജ്മെന്റ്? ഇതൊരു വെർച്വൽ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ടു ഇൻക്രീസ് ദ ഫിസിക്കൽ മെമ്മറി സൈസ്, to allow programs larger than memory to execute, to eliminate external fragmentation, to increase CPU speed. അതായത് വെർച്വൽ മെമ്മറിയുടെ ഫംഗ്ഷൻ ആണ് നമ്മളോട് പറയേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് വെർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാമിന്റെ കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും, ആ പ്രോഗ്രാംസിനെ ലോഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, അനുവദിക്കും അല്ലെ. അതായത് ലോഡ് ചെയ്യാനായിട്ട് സെക്കൻഡറി മെമ്മറിക്കകത്ത് നിന്ന് കുറച്ച് സ്ഥലം ഇങ്ങോട്ട് വാങ്ങിക്കും. അതിനെയാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ഫിസിക്കൽ മെമ്മറി സൈസ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു അലോ പ്രോഗ്രാംസ് ലാർജർ ദാൻ മെമ്മറി ടു എക്സിക്യൂട്ട്. അതായത് ടു അലോസ് പ്രോഗ്രാംസ് ലാർജർ ദാൻ മെമ്മറി ടു എക്സിക്യൂട്ട്. ഇതാണ് സംഭവം നടന്നത്. അതായത് ഈ മെമ്മറിയെക്കാട്ടി സൈസ് കൂടുതലുള്ള പ്രോഗ്രാം ആണെങ്കിലും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് മെയിൻ പർപ്പസ് ഓഫ് ഓവർലേസ്. അതായത് റാമിനകത്ത് ഓൾറെഡി സ്ഥലമില്ല, അതായത് നമ്മുടെ പ്രോഗ്രാം ലോഡ് ചെയ്യാനുള്ള സ്ഥലമില്ല എങ്കിൽ പോലും അത് ലോഡ് ചെയ്തതിന് ശേഷം അത് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനെയാണ് ഈ ഒരു പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ടി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a device that can interconnect two different network having different protocol. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഡിഫറെന്റ് ടു നെറ്റ്വർക്കിനെ ഡിഫറെന്റ് പ്രോട്ടോകോൾ ഉള്ള ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഡിഫറെന്റ് പ്രോട്ടോകോളിലെ ഡിഫറെന്റ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞതാണ് ഗേറ്റ് വേ. പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what happens during a denial of service attack? എന്താണ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡേറ്റ ഈസ് പെർമനന്റ്ലി ഡിലീറ്റഡ് ഫ്രം ദി സിസ്റ്റം. ബി ഓപ്ഷൻ, ഹാക്കേഴ്സ് സ്റ്റീൽ പാസ്വേഡ്സ്. സി, എ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ഈസ് മെയ്ഡ് അൺഅവൈലബിൾ ബൈ overwhelming ഇറ്റ് വിത്ത് ട്രാഫിക്. അടുത്തത് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആർ ബ്ലോക്ക്ഡ്. നോക്കി, ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് സെർവറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസറിന് എന്ത് ചെയ്യാം, അതായത് അവരുടെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ ആവാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് ഏതെങ്കിലും ഒരു യൂസറിന് ആ നെറ്റ്വർക്കിനകത്തുള്ള സർവീസുകൾ അവൈലബിൾ ആവാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു യൂസർ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാക്കർ ആയിരിക്കും ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, സെർവറിനെ എന്ത് ചെയ്യുന്നത്, ജാം ആക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതായത് ഓവർഹോളിംഗ് എന്ന് വെച്ചാൽ ഓവർലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓവർലോഡ്, സെർവറിന് ഓവർലോഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ പ്രോഗ്രാം കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. അത് തന്നെയാണ് എന്ത് പറഞ്ഞാൽ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് ആൻസർ എന്ന് പറയുന്നത്. സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ഇസ് മെയ്ഡ് അൺഅവൈലബിൾ ബൈ ഓവർവെൽമിംഗ് ഇറ്റ് വിത്ത് ട്രാഫിക്. അതായത് ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ലോഡിങ് കൊടുത്തതിന് ശേഷം എന്ത് കിട്ടുന്ന അൺഅവൈലബിൾ ആക്കുന്ന അവസ്ഥയ്ക്കാണെന്ന് പറയുന്നത് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, Section 67A of the Information Technology Act deals with hacking of computer system, punishment for cyber terrorism, publishing or transmitting material containing sexually explicit act in electronic form, online financial fraud. നമ്മൾ സെക്ഷൻ പറഞ്ഞതാണ്, 67 ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. 67 എന്ന് പറയുന്നത് പബ്ലിഷിംഗ് ഓപ്ഷൻസ് മെറ്റീരിയൽസ് ആണ്. 67A എന്ന് പറയുന്നത് സൈബർ പോണോഗ്രഫി ആണ്. 67B എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി ആണ്. അപ്പൊ ഈ പോണോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെക്സ്വൽ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പൊ ഇതിനകത്ത് സെക്ഷൻ മെറ്റീരിയൽസായിട്ട് ബന്ധപ്പെട്ട ഓരോ ഓപ്ഷനേ ഉള്ളൂ. ഏതെന്ന് പറഞ്ഞതാണ് സി ആണ് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നതാണ് സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് വെബ് ക്രൗളേഴ്സ് ഇൻ സെർച്ച് എഞ്ചിൻ ആർ പ്രോഗ്രാംസ് ദാറ്റ് design web pages, automatically browse the internet to collect and update web page information, search information only when users type a query, protect a website from a cyber attack. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ വെബ് പേജസ്. വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്താ യൂസ് ചെയ്യുന്നത്? സെർച്ച് എഞ്ചിനകത്തുള്ള ക്രൗളേഴ്സ്, വെബ് ക്രൗളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വെബ് ക്രൗളേഴ്സ് എന്ന് പറയുന്നത് ഈ സെർച്ച് എഞ്ചിനകത്തുള്ള ഒരു പ്രോഗ്രാം ആണ് വെബ് ക്രൗളേഴ്സ്. ഇതിനെ സ്പൈഡേഴ്സ് എന്നും പറയാറുണ്ട്, സ്പൈഡർ എന്നുള്ള രൂപത്തിലും പറയാറുണ്ട്. ഓക്കെ, വെബ് ക്രൗളേഴ്സ് അതൊരു പ്രോഗ്രാമാണ്, സെർച്ച് എഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ഇന്റർനെറ്റിനകത്തുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കളക്ട് ചെയ്ത് അവരുടെ ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഈ ക്രൗളേഴ്സ് എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിന്റെ ഡേറ്റാബേസ്. സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിനാണ്. അപ്പം നമ്മുടെ ഇന്റർനെറ്റിൽ പുതിയതായിട്ട് ഓരോ ദിവസം ഉണ്ടാവുന്ന കണ്ടന്റുകളെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ ഈ സെർച്ച് എഞ്ചിന്റെ ഡേറ്റാബേസിനകത്ത് ഉണ്ടാവും. ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗളേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് പുതിയതായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അവരുടെ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യും. അത് തന്നെയാണ് ഈ ക്രൗളേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ബ്രൗസ് ദ ഇന്റർനെറ്റ് ടു കളക്ട് ആൻഡ് അപ്ഡേറ്റ് വെബ് പേജ് ഇൻഫർമേഷൻ. അതാണ് സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ഇൻഫർമേഷൻ ഓൺലി വെൻ എ യൂസേഴ്സ് ടൈപ്പ് എ ക്വറി. അതായത് യൂസർ ഒരു ക്വറി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സെർച്ച് ചെയ്ത് കണ്ടെടുക്കുന്നു, അതിനുവേണ്ടി അല്ല യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് വെബ്സൈറ്റ് ഫ്രം സൈബർ അറ്റാക്ക്. അതുമല്ല. അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് വരുമ്പോൾ ആ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഈ സെർച്ച് എഞ്ചിന്റെ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് സെർച്ച് എഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ ക്രൗളേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which control structure allows you to choose between multiple alternatives? എന്നുവെച്ചാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡു വൈലും വൈലും അതുപോലെ തന്നെ ഫോറും സ്വിച്ച് കേസുമാണ്. അപ്പം ഇതെല്ലാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിനകത്ത് ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡു വൈലും അതുപോലെ തന്നെ ഫോറും. ഇതിനകത്ത് ഡു വൈലിനകത്തും അതുപോലെ തന്നെ വൈലിനകത്തും ഫോറിനകത്തും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ഇതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതേസമയം സ്വിച്ച് കേസിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നോർമലി ഉപയോഗിക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ കേസുകൾ യൂസ് ചെയ്തിട്ടാണ് അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്വിച്ച് കേസ് ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതെന്ന് പറയുന്നത്. അടുത്തത്, which type of storage device is mainly benefits from disk defragmentation? ഈ ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് പറയുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത് ഡിസ്ക് ക്ലീനപ്പും ഡിസ്ക് ഡീഫ്രാഗ്മെന്റും സിസ്റ്റം റീസ്റ്റോറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്, ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെ ഫയലുകൾ അടുപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഹാർഡ് ഡിസ്ക് ആണ്, രണ്ടാമത്തെ ഒപ്റ്റിക്കൽ ഡിസ്ക്, മൂന്നാമത്തെ ഓപ്ഷൻ റാം ആണ്, ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെൻ ഡ്രൈവ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് മെമ്മറി ടൈപ്സ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്പീഡ്. അതായത് സ്പീഡിനെ ബേസ് ചെയ്ത് ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പം അറിയാമല്ലോ, അതായത് കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് പോകേണ്ടത്. അപ്പൊ സ്പീഡ് ഏറ്റവും കൂടുതലുള്ളതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. നമുക്കറിയാം, ഇതിന്റെ ഒരു ചാർട്ട് ഞാൻ തന്നതാണ്. ഇതിനകത്ത് ഏറ്റവും വേഗത കൂടിയെന്ന് പറയുമ്പോൾ ഏതാണ്? രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും വേഗത കൂടിയെന്ന് പറയുന്നത്, രജിസ്റ്റേഴ്സ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഏതാണ്? ക്യാഷ് മെമ്മറി ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ റാം, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്. അങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രജിസ്റ്റർ, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി, അതുപോലെ തന്നെ റാം,
അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്. ഇതാണ് ഇതിന്റെ സ്പീഡ് ഏറ്റവും കൂടിയത്. ഏറ്റവും കൂടിയെന്ന് പറയുന്നത് രജിസ്റ്റർ, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി, അതുപോലെ തന്നെ ഏതാണ് റാം, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്. ഇത് ഇത്രയാണ് സ്പീഡിന്റെ എന്ന് പറയുന്നത്. അപ്പം ഡിക്രീസിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്പീഡ് കൂടുതലെന്ന് പറയുന്നത് ഏതാണ്? രജിസ്റ്റർ ആണ് ഏറ്റവും വേഗത കൂടിയതെന്ന് പറയുന്നത്, ക്യാഷ് മെമ്മറി, പിന്നെ റാം, ഹാർഡ് ഡിസ്ക്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ABCD, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, വിൻസിപ്പ്, MySQL. Which of the following correctly classifies the software listed in the table? A and B സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് നമുക്ക് നോക്കാം. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ടൈപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ വിൻസിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് ഈ വിൻസിപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ വിൻഡോസിനകത്ത് തന്നെ സിപ്പ് ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അപ്പൊ ആ സിപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഫയലുകളെ കംപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ യൂട്ടിലിറ്റി പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വിൻസിപ്പ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് വിൻസിപ്പ് വരുന്നതെന്ന് പറയുന്നത്. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമുക്കറിയാം സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. MySQL എന്ന് പറയുന്നത് ഡാറ്റാബേസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. കൊറി ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിലാണ് വരുന്നതെന്ന് പറയുന്നത്. വിൻഡോസ് എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ടൈപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. വിൻസിപ്പ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാം ആണ്. യൂട്ടിലിറ്റി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. യൂട്ടിലിറ്റി പ്രോഗ്രാം ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? അതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. അടുത്ത MySQL ആണ്. അതൊരു കൊറി ലാംഗ്വേജ് ആണ്. അതായത് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൊറി ലാംഗ്വേജ് ആണ് MySQL എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബിയും ഡിയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും എയും സിയും സിസ്റ്റം സോഫ്റ്റ്വെയറുമാണ്. എയും സിയും സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് നമുക്ക് നോക്കാം. എയും സിയും സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. എയും ബിയും സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, എയും സിയും ആണ് നമുക്ക് വേണ്ടത്. എയും സിയും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ എയും സിയും സിസ്റ്റം സോഫ്റ്റ്വെയറും ബിയും ഡിയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ശരിയാണ്, ഇതാണ്. നോക്കാം. എയും സിയും ബിയും ഡിയും. എയും സിയും എയും സിയും ബിയും ഡിയും. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിനകത്ത് പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട് വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പറഞ്ഞിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. ആ പ്രോഗ്രാമിനകത്തുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് മെമ്മറി മാനേജ്മെന്റിനകത്തുള്ള FIFO എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത്രയും ഡീപ്പായിട്ടൊന്നും നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല. അത് ഒരു ഡൗട്ട് വരും. ഓക്കെ, ബാക്കിയെല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.